ഹലോ, പത്തനംതിട്ടയിലെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ ഡൈവേഴ്സ് അതിൻ്റെ ഒരു വിധി പറയുന്ന അതിൻ്റെ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ആകെ ടെൻഷനാണ്. കാരണം നാളെ ഡൈവേഴ്സ് കിട്ടുമോ, കാരണം നവീൻ ആ ഒരു വൈരാഗ്യം വെച്ച് പെരുമാറുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ അതുപോലെ തന്നെ പക്ഷേ നവീൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നവീനും മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരൊരു തീരുമാനത്തിലെത്തി അവർ ഡിസ്കഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ദേവയാനിയും നയനയൊക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കാരണം അതുപോലെ ജാനകി പറയുന്നു, നാളെ എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് കിട്ടിയിട്ട് വേണം എൻ്റെ മോനെ അവന്തിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, അപ്പച്ചി അതിനെക്കുറിച്ചിട്ട് ഓർത്ത് അല്ല അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, ചെറിയമ്മ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും ആ ഒരു വിഭാഗത്തിനൊന്നും സപ്പോർട്ടോ സമ്മതമൊന്നും മൂളിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവരങ്ങനെ ചെയ്യില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ അനിയുടെ ആ ഒരു അഭിപ്രായത്തെക്കുറിച്ചിട്ട് പറയുന്നത് തുറന്ന തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം, മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനഘയുടെ കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ദേവയാനിയും നയനയും കൂടി അനഘയുടെ ആ ഒരു വിഷയം എടുത്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ അവിടെ പോയിട്ടുള്ള വിവരമൊക്കെ അവർ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നവ്യയുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി അനഘയുടെ ഹോസ്പിറ്റലിൽ അനഘയുടെ പുരോഗതിയെക്കുറിച്ചിട്ടും ഇനിയിപ്പോൾ ചിലപ്പോൾ നടക്കാനും സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ചന്തുമോളെ ഇങ്ങോട്ടേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആകെ ഒരനക്കവും ഇല്ലെന്നും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അനഘയും മോളെയും കൂട്ടിക്കൊണ്ട് വരുന്നിടത്ത് കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്തിനാ എത്ര വിഷമിക്കുന്നത്, രണ്ടുപേരും ഇവിടെ താമസിക്കേണ്ടതല്ല, ഇനി അവളെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരേ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ദേഷിച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഇവളുടെ പിടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സിലിരിപ്പ് നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുപോലെ ഒരിക്കൽ കുറച്ച് ദിവസത്തേക്ക് മുന്നേ തന്നെ ഇതുപോലെ മോനെയും കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും സഹോദരങ്ങളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി, അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി, അങ്ങനെയാണ് ചേച്ചി പറയുന്നെങ്കിലും ചേച്ചിയുടെ ഉള്ളിൽ കറക്റ്റ് എന്തോ ചേച്ചിയുടെ നിലപാടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ചേച്ചിയുടെ നമ്പർ സൈബർ സെല്ലിൽ അവർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയൊന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ വേണുവും അനാമികയും അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും അനാമിക പ്രാർത്ഥിക്കുന്നു, എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് കിട്ടണം, അവർക്ക് നഷ്ടപരിഹാരം 3 കോടിയെങ്കിലും മിനിമം കിട്ടണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന്. ആ ഒരു സമയത്ത് തന്നെ നന്ദുവും അനി അവിടെ തൊഴാനായിട്ട് വരുവാണ്. അപ്പോൾ അവരിങ്ങോട്ട് പടി കയറി വരുന്ന സമയത്ത് ഇവരെ കാണുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ കണ്ടു എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, നമ്മളെ കണ്ടു എന്ന് തോന്നുന്നു. അങ്ങനെ രണ്ടുപേരും ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനാണ്, അല്ല മറ്റൊന്നിനല്ല അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, മാഡം ആരെയാണ് വിവാഹം കഴിക്കുന്നത്, ഈ അനിയാണോ അതോ നവീൻ വക്കീലിനെയാണോ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നവീൻ വക്കീൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അയാൾ ആർക്കൊപ്പം നിൽക്കുമെന്നൊന്നും അറിയത്തില്ല, അയാളിപ്പോൾ പാതി മനസ്സോടെയാണ് നിങ്ങളൊപ്പം നിൽക്കുന്നതെന്നൊക്കെ വേണു പറയുകയാണ്. പിന്നെ ഈ നട്ടലില്ലാത്ത ഇവനെ വിവാഹം കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ നവീൻ വക്കീലിനെ തന്നെ കല്യാണം കഴിക്കുന്നതാണെന്നൊക്കെ നന്ദു പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. നട്ടൽ കാണിച്ചു പറഞ്ഞ് അടിക്കാനൊക്കെ നോക്കും, ഒരമ്പലമാണ്, അങ്ങനെയുള്ള മോശം പരിപാടികളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയെ പറഞ്ഞ് തിരുത്തുകയാണ്. അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് കിട്ടണം, ആ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് അവർ കോടതിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അനിയും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ട്. അപ്പം കൂടെ വരണോ മറ്റാരെങ്കിലും വരണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശൊക്കെ ചോദിക്കുന്നുണ്ട്, വേണ്ട ആരും വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നവീന് മുത്തശ്ശന് വാക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കാരണവശാലും അവർ ജയിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു വക്കീലിനെയാണ്, അയാളുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ചൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവീന്. അപ്പോൾ ഒരു കാരണവശാലും അനി തോൽക്കാൻ പാടില്ല, എനിക്ക് ഡൈവേഴ്സ് കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, നമ്മൾ തമ്മിലും ചില ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അങ്ങനെ പറയുകയാണ്. അതുപോലെ ഇതിനിടയിൽ അഭി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇതുപോലെ ഇവരിന്നിങ്ങനെ അനഘയുടെയും ചന്ദമോളുടെയും കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് അവരെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോരട്ടെ, കാരണം ആദർശിൻ്റെ 2 ഭാര്യമാരാണല്ലോ, അപ്പോൾ ഇവിടെ താമസിക്കേണ്ടവരാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അത് വേണ്ടാന്ന് പറയുമ്പോൾ, നീ എന്തിനാ അതിന് ടെൻഷൻ അടിക്കുന്നത്, അതല്ല, പണ്ട് അവരെൻ്റെ തലയിലായിരുന്നല്ലോ ആദ്യം ഇത് വെച്ച് കെട്ടിയിരുന്നത്, പിന്നീടാണല്ലോ ആദർശിൻ്റെ തലയിലായത്, അതുകൊണ്ടാണെന്ന് പറയും. അത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒരു DNA ടെസ്റ്റിൻ്റെ കാര്യമുള്ളൂ, അതോടുകൂടി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അപ്പോൾ നീ എന്നെ ടെൻഷൻ അടിക്കണം, അപ്പോൾ നിൻ്റെ കുഴപ്പം ഞാൻ കൂടെയുണ്ട്, അപ്പോൾ അതിനെന്തിനാണ് വിഷമിക്കുന്നത്, അവർ DNA ടെസ്റ്റ് നടത്തിയിട്ട് അപ്പോൾ കാര്യമെല്ലാം സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ നവ്യ പറയണത് കേൾക്കുമ്പോൾ അപ്പിക്കാകെ ടെൻഷനാവുകയാണ്. കാരണം അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നവ്യയുടെ
സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നുള്ള പേടിയാണ് അങ്ങനെ അനി ആ ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.